Mr. N.A. Mohammed Kutti, Managing Director of Falcon Infrastructure Limited, founder of the Vidya Bharati Group of Institutions, offering world-class education programs, a leading figure in MSME development, supporting businesses and entrepreneurs, a political leader. Sir strongly believes that true leadership is about creating opportunities for others and inspiring progress that lasts for generations. Sir, we are honored to have you with us today. I warmly invite Mr. N.A. Mohammed Kutti to address the gathering with your presidential address. നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീ പി എച്ച് കുര്യൻ സാർ, വേദിയിലുള്ള എൻ്റെ സുഹൃത്തുക്കളായ ശ്രീ ബൈജു നൽകാടി, ശ്രീ റസൽ, ശ്രീ ബിവിൻ, മറ്റ് ഇവിടെ ഇന്നത്തെ പ്രോഗ്രാമിലെത്തിയിട്ടുള്ള സംരംഭകർ, ഒറ്റവാക്കിൽ പറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇത്തരത്തിൽ ഇവിടെ ശ്രീ ബൈജു വളരെ വിശദമായി തന്നെ ഒരു ചേംബറിൻ്റെ ആവശ്യതയെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. ഒരുപക്ഷെ എൻ്റർപ്രണർഷിപ്പും ബിസിനസ്സുമായിട്ടുള്ള വ്യത്യാസം തിരിച്ചറിയാത്ത പലരും ഉണ്ടെന്ന്. എല്ലാവരും എല്ലാതിനെയും ഒരു ബിസിനസ് എന്ന കണ്ണിലൂടെയാണ് കാണുന്നത്. പക്ഷേ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒരു പുതിയ ആശയം നടപ്പിലാക്കുമ്പോൾ, അതൊരു പുതിയ ആശയം നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു വിഷൻ വേണം. അതിൻ്റെ ആ പ്രൊജക്റ്റ് മനസ്സിൽ കാണണം. അത് ഒരു പ്രൊജക്റ്റായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ സക്സസ്ഫുൾ ആക്കുമ്പോഴാണ് അയാൾ ഒരു എൻ്റർപ്രണർ ആകുന്നത്. മിക്കവാറും പുതിയ ആശയങ്ങളായിരിക്കും. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെട്ടിക്കട നടത്തിയാലും ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഒരു എനി ഷോപ്പ് ഫോർ ദാറ്റ് മാറ്റർ, ടെക്സ്റ്റൈൽ ആണെങ്കിലും വലിയ ജവല്ലറി ആണെങ്കിലും എല്ലാം, അല്ലെങ്കിൽ ഹോട്ടലാണെങ്കിലും എല്ലാം അത് ബിസിനസ്സാണ്. ബിക്കോസ് അതിനൊരു കേസ് സ്റ്റഡി ഉണ്ട് ഓൾറെഡി. ഒരു ഹോട്ടലാണെങ്കിൽ ഇത്ര % റൂംസ് ഇയർലി പോയി കഴിഞ്ഞാൽ അതിനെ സസ്റ്റൈനബിൾ ആക്കാൻ നമുക്കെല്ലാം ഒരു റെക്കോർഡ് ഉണ്ട്. പക്ഷേ ഒരു പുതുതായി തുടങ്ങുന്ന ഒരു എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി എന്തുമാകട്ടെ, അതിനൊരു നേരത്തെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളതിനെ പറ്റി യാതൊരു റെക്കോർഡും ഇല്ലാത്തതാണ്. അപ്പം അത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി പുതിയതായിട്ടുള്ള സ്റ്റാർട്ടപ്സ് വരുന്നു, അതുപോലെ തന്നെ എൻ്റർപ്രണറിയൽ പ്രോഗ്രാംസ് വരുന്നു. അതിനെ സക്സസ് ആക്കി എടുക്കുമ്പോഴാണ് അയാൾ ഒരു യഥാർത്ഥ എൻ്റർപ്രണർ ആകുന്നത്. ഞാനൊരു പക്ഷേ വ്യത്യസ്തനായതുകൊണ്ട് അത്തരത്തിലുള്ള ഇതുവരെ ഇല്ലാത്ത 3 പ്രൊജക്റ്റുകളാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. ഒന്ന് ഫാൽക്കൺ തന്നെ 2000 ലോജിസ്റ്റിക്സ് എന്താണെന്നറിയാത്ത കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ലോജിസ്റ്റിക്സ് പാർക്ക് കേരളത്തിൽ ഉണ്ടാക്കിയത്. അതൊരനുഭവമായിരുന്നു. ഇതുകൊണ്ട് KSRTC അന്ന് കുര്യൻ സാറിന് മുമ്പ് അന്ന് ഉണ്ടായിരുന്ന MD പോലും ഇത് സക്സസ് ആവുമോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചു. മാത്രമല്ല 50 lakhs ആദ്യം അത് ഷെയറായി തരാമെന്ന് പറഞ്ഞത് പിന്നീട് പറഞ്ഞു ലോണാക്കി തരാം എന്ന് പറഞ്ഞ് ഇനി മാറ്റുകയുണ്ടായത്. അത്രയും ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. നമ്മുടെ ജിജി തോമസ് ആയിരുന്നു അന്നത്തെ MD. പക്ഷെ പിൽക്കാലത്ത് ഞാനത് തെളിയിച്ചു. എന്നാൽ KSRTC പിന്നീടുള്ള കാലങ്ങളിലെല്ലാം വളരെയധികം സപ്പോർട്ടീവായിട്ട് ഒപ്പം നിന്നു എന്നുള്ളതാണ് വാസ്തവം. അതിന് മുമ്പ് തുടങ്ങിയതൊരു വിദ്യാഭ്യാസ സംരംഭമാണ്. അന്ന് കേരളത്തിൽ ഈ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഓപ്പൺ ചെയ്യാത്ത കാലത്ത് നമ്മുടെ കുട്ടികളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്ന കാലത്താണ് ഇവിടെ ആദ്യമായി ഒരു അമേരിക്കയിലെ കാർണഗി മെല്ലൺ യൂണിവേഴ്സിറ്റിയുമായ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത്. ഈവൻ 2001 ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ എഡ്യൂക്കേഷൻ. അന്ന് കണക്ടിവിറ്റി ഇല്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ പല പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് അതിനുശേഷം അതേ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ACC ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നു 2002. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഇനീഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറുള്ള ഒട്ടനവധി ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇത്തരത്തിലുള്ള പല വിഷണറീസ് ഉണ്ട്, വിഷൻ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആവശ്യം സപ്പോർട്ടാണ്. എങ്ങനെ ആ സപ്പോർട്ട് നൽകും? ആ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ ഇത്തരത്തിൽ ഈ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ഫോർ MSME എന്നുള്ളത് തുടങ്ങാനുള്ള ഒരു കാരണം കൂടി. ഒരുപക്ഷെ അതിന് ശേഷം പിന്നീട് വന്നത് 2007 കേരളത്തിലെ ആദ്യത്തെ ഒരു ടൂറിസം പ്രൊമോഷനുള്ള ഒരു കൾച്ചറൽ സെൻ്ററാണ്.
അതും അന്ന് അതിന് KSIDC ഫണ്ട് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്നാൽ പിൽക്കാലത്ത് തയ്യാറായി. അത് ഫോർട്ട് കൊച്ചിയിൽ ഗ്രീനിക്സ് വില്ലേജ് എന്നുള്ള കേരളത്തിലെ ആദ്യത്തെ കൾച്ചറൽ സെൻറ്റർ, കഥകളി, തെയ്യം, കളരി എല്ലാം കൂടി ചെയ്യുന്ന മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്നതാണ്. മലേഷ്യയിലോ സിംഗപ്പൂരോ അല്ലെങ്കിൽ തായ്ലൻഡിലോ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസ് കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ അത്രയൊരു സ്ഥാപനം വേണമെന്ന് കരുതിയാണ് ഞാനത് ഇത്. ആൻഡ് ലക്കിലി ഐ ഗോട്ട് ദി സ്റ്റേറ്റ് അവാർഡ് ഓൾസോ ഇൻ 2011 ഫോർ ദാറ്റ് പ്രോജക്റ്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് സക്സസ് ആകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ എൻ്റർപ്രണർ ആകുന്നത്. ആൻഡ് ത്രൂ ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് സോ മെനി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേരള. അപ്പോൾ അതിലേക്ക് എങ്ങനെ വരണമെങ്കിൽ എന്തെല്ലാം സപ്പോർട്ട് കിട്ടണം? ഇവിടെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി വരുമ്പോൾ തന്നെ ആളുകൾ അതിനെ ഇവിടെ നടക്കില്ല, വളരെ അപ്പുറത്തും പോലെ നടക്കുള്ളൂ എന്ന് പറയുന്ന ഒരു നിന്ന് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം തൊഴിലവസരങ്ങൾ നാം സൃഷ്ടിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി അടഞ്ഞ അധ്യായമാണ്, ഒരു സംശയം വേണ്ട. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം പുറത്തു പോകുന്നുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കൻ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, കാനഡ കഴിഞ്ഞു, ഓസ്ട്രേലിയ കഴിഞ്ഞു, UK നേരത്തെ കഴിഞ്ഞു. ഇന്ന് മിഡിൽ ഈസ്റ്റും ഓൾമോസ്റ്റ് അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ, 4 വർഷത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വാട്ട് ഓപ്പർച്യൂണിറ്റി ദേ ഹാവ് ഹിയർ? ഇവിടെ ഒന്നുമില്ലല്ലോ. നമുക്കിവിടെ കൊടുക്കാൻ കഴിയുന്ന ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇവിടെ ഉണ്ടാക്കണം, നമുക്ക് തൊഴിലവസരം സൃഷ്ടിക്കണം. ഇല്ലെങ്കിൽ 30 ലക്ഷം 40 ലക്ഷം രൂപ ലോൺ എടുത്ത് പോയിട്ടുള്ള അവരുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഇപ്പം തന്നെ കാണേണ്ടതുണ്ട്. അടുത്ത 4 വർഷം കഴിഞ്ഞാൽ കേരളം വളരെ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ മലപ്പുറം ബേസ്ഡിൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ടാണ് ഗൾഫിലുള്ള കുറേ ബന്ധങ്ങൾ ഉപയോഗിച്ച് അവർക്ക് തിരിച്ചു വരാനുള്ളൊരു സമയമായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട് പല പ്രോജക്റ്റും ഞാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ഇൻഡിവിജ്വൽ സഹായിക്കുന്നതിനേക്കാൾ ഒരു ചേംബറിന് ഒട്ടനവധി സഹായം ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആക്ടിവിറ്റി ആലോചിച്ച് മലപ്പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ അത് കുറച്ചുകൂടി കൊച്ചി കേന്ദ്രമാക്കി വേണമെന്നുള്ളതാണ് ഞങ്ങൾ ഈയിടെ കുറച്ചുകൂടി വിപുലമാക്കി കൊച്ചിയിൽ അതിൻ്റെ ഓഫീസ് ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയതൊരു മാസത്തിൽ 2 ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുക. അതേപോലെ തന്നെ ഒരു വർഷത്തിൽ ഒരു 4 എക്സിബിഷൻസ് B2B ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ആൻഡ് ഹാൻഡ് ഹോൾഡിങ്, നേരത്തെ ഇവിടെ ശ്രീ ബിജു പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരനായ ഒരാൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ അയാളെയും കൈപ്പിടിച്ചുയർത്തേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഓഫീസ് 2000 തുടങ്ങിയത് എൻ്റെ വീടിൻ്റെ അപ്സ്റ്റേഴ്സിലെ റൂമിലാണ്, ഫാൽക്കൻ്റെ. ഇന്ന് 30 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 450 കോടി അസറ്റുള്ളൊരു കമ്പനിയാക്കി മാറ്റാൻ കഴിഞ്ഞു. തുടങ്ങുന്നത് ചെറുതായിട്ടാണ്. അപ്പോൾ വരുന്ന ആൾക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആർക്കും ഉയരാൻ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി ആക്ടിവിറ്റീസിൽ ഇടപെട്ടതുകൊണ്ടും ഞാനൊരു 13 വർഷം ഗൾഫിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 90s നമ്മുടെ കുവൈറ്റ് വാറിന് ശേഷം ഡിഫൻസിലായിരുന്നു. ഡിഫൻസ് ഓൾറെഡി നിർത്തലാക്കി അമേരിക്കയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ എല്ലാവരും ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ 90s വരുമ്പോൾ ആദ്യം ഞാൻ സ്റ്റോക്ക് ട്രേഡിങ്ങിൽ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാർഡ് എടുത്തുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ബട്ട് ലക്കിലി അർഷദ് മേത്ത പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് എനിക്കതൊന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നാൽ അതിനുശേഷം പിന്നീട് വ്യത്യസ്തമായ ഒരു പെയിൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങി. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എഡ്യൂക്കേഷൻ. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ബിൽഡർ കൂടിയായിരുന്നു ഞാൻ. ഈവൻ 95 കേരളത്തിലെ കൊച്ചിയിലെ പല അപ്പാർട്ട്മെൻറ്റ്സ് വരുന്നതിന് മുമ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അടുത്ത് ഒരു 8 സ്റ്റോറി അപ്പാർട്ട്മെൻറ്റ് പണിത് ഫോർട്ട്നോക്സ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് തുടങ്ങിയതാണ്. അതിലും ഒട്ടനവധി അന്ന് 95 സാറിനറിയാം, 95-97 ഒട്ടനവധി ആളുകൾ അടി തെറ്റിയ അല്ലെങ്കിൽ ആ ഫീൽഡിൽ ഒട്ടനവധി ആളുകൾ പല പ്രോജക്ട്സും നിർത്തലാക്കേണ്ടി വന്ന ഒരു സമയം കൂടിയായിരുന്നു. അങ്ങനെ ഒരു എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതിൽ നിന്നെല്ലാം കയറി വരുന്നതിനുള്ള ഒരു ഊർജം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത് 2018 ഫ്ലഡാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചൊരു കമ്പനിയാണ് ഫാൽക്കൺ. ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല, 43 കോടിയുടെ നഷ്ടം വന്ന കേരളത്തിലെ ഏക കമ്പനി ഫാൽക്കൺ ആയിരിക്കും. അതിൽ 8 കോടി ഫാൽക്കൻ്റെയും 35 കോടി അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കാർഗോയിലും വന്നതാണ്. ചെളി മാറ്റുന്നതിനും ബാക്കി തന്നെ റീസ്ട്രക്ചർ ചെയ്യുന്നതിനും കൂടി 8 മാസം അടച്ചിട്ടുണ്ടെന്നു. പടകയും 8 മാസത്തിന് ശേഷം
അന്ന് 143 സ്റ്റാഫുള്ള എല്ലാവരെയും എല്ലാ ആനുകൂല്യങ്ങളും ഒരു മാസം അഡീഷണൽ സാലറി വരെ കൊടുത്തുകൊണ്ട് അവരെ പിരിച്ചുവിട്ടുകൊണ്ട് തിരിച്ച് അവരെ വീണ്ടും അതിലെ ഒട്ടുമിക്ക ആളുകളെയും 8 മാസത്തിന് ശേഷം ആ കമ്പനി തുടങ്ങി 2 വർഷത്തിനുള്ളിൽ അത് ലാഭത്തിലാക്കി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. ഒരു എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ അനുഭവിക്കുന്നത് സാധാരണ ഇപ്പോൾ എൻ്റർപ്രണർഷിപ്പും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി ഇപ്പം എല്ലാവരും IAS പഠിക്കാൻ പോവുകയാണ്. കാരണം അല്ലെങ്കിൽ അതുപോലെ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ബാങ്ക് ജോലി കിട്ടാൻ വേണ്ടി പോവുകയാണ്. കാരണം ഒരു സേഫസ്റ്റ് സോൺ, മറ്റൊന്നും വേണ്ട, കാലത്ത് 10 മണിക്ക് ജോലിക്ക് എന്നാൽ 5 മണി കഴിഞ്ഞാൽ ഫ്രീ ആണ്, അത്തരത്തിൽ ആലോചിക്കുന്നതാണ്. പക്ഷേ എൻ്റർപ്രണർ അല്ല, അയാൾക്ക് ഓരോ ദിവസം നെക്സ്റ്റ് ഡേയിൽ വരുന്ന ചെക്കിനെ കുറിച്ച്, ബാങ്കിൽ വരുന്ന അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളായിരിക്കും രാത്രി കിടക്കുമ്പോൾ ആലോചിക്കുന്നത്. ബട്ട് ഇതെല്ലാം കഴിഞ്ഞൊരു സക്സസ്ഫുൾ ഇതിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു വലിയ ആനന്ദമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ബിക്കോസ് ഒട്ടനവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മെ ആശ്രയിച്ചുകൊണ്ട് എത്രയോ ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം ചെറുതല്ല. മാത്രമല്ല, കേരളത്തിലെ നേരത്തെ സൂചിപ്പിച്ച മുൻകാലങ്ങളിലെ ചില അനുഭവം, 2004-നും 2018-നും ഇടയിൽ ഫാൽക്കണിൽ 5 സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 3 കോടതി ഉത്തരവുകളിലൂടെ ഞാൻ മറികടക്കാൻ എനിക്ക് കഴിഞ്ഞു, മറ്റ് സ്വന്തം കഴിവിലും. അപ്പം അത്തരത്തിൽ മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ പലരും ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടുള്ളതുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, ഒരു എൻ്റർപ്രണർ ആണെങ്കിൽ അല്പം ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടി വേണം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ. തീർച്ചയായും നമുക്കെല്ലാം കഴിവുണ്ട്. ഇപ്പം അത്തരത്തിൽ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ടുള്ള പല വേദികളുണ്ട്. ഇപ്പം നേരത്തെ ഈ കേരള ചേംബറിൻ്റെ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഫോക്കസ് കേരള എന്നുള്ള പ്രോഗ്രാം ഇവിടെ നടത്തിയതിനു ശേഷം ഈവൻ KSPCയുടെ സ്റ്റേറ്റ് പ്രൊഡക്റ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ വ്യത്യസ്തമായ പല അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇത്തരത്തിലുള്ള ഓരോ കാലഘട്ടത്തിലും നാം നേടുന്ന അനുഭവങ്ങൾ, ഞാൻ അതാണ് ഇന്ന് ഈ ചേംബറിന് വേണ്ടി, അടുത്ത ജനറേഷന് വേണ്ടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ചെറുതോ വലുതോ ആകട്ടെ, ഈ ചേംബറിലെ മെമ്പേഴ്സിന് ഞങ്ങൾ ഒപ്പം കൂടെയുണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ ഇന്നത്തെ പത്രമെടുത്താൽ നമ്മൾ വായിക്കുന്നവരുണ്ട്, 4 തൊഴിൽ ചട്ടങ്ങൾ പ്രാബല്യത്തിലാക്കി മോഡി സർക്കാർ എന്നാണ് ഒരു പത്രത്തിൻ്റെ ഹെഡിങ്. ചട്ടങ്ങൾ പിൻവലിക്കും വരെ പോരാട്ടം എന്ന് ട്രേഡ് യൂണിയനുള്ളൂ. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഇറ്റ്. ചേഞ്ചസ് മേ ഹാപ്പൻ. ഞാൻ പറയുന്നത് എൻ്റർപ്രണർഷിപ്പിൽ ഒട്ടനവധി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും വലുതാണ്, പണ്ട് നമ്മളൊരു ടൂറിന് പോകുമ്പോൾ ക്യാമറയും 36-ൻ്റെ ഫിലിമും കൊണ്ട് പോയിരുന്നു, കൊഡാക്കിൻ്റെ അല്ലേ. ഡിജിറ്റലൈസേഷൻ വന്നപ്പോൾ ഇത് മൊബൈലിലായി, ആ കമ്പനി തന്നെ പൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ റീ എഞ്ചിനീയറിങ് ഏത് സെക്ടറിലും വളരെ അനിവാര്യമാണ്. അത് ഇന്ന് കുറച്ചുകൂടി ഫാസ്റ്റാണ്. പണ്ട് കുറച്ച് വർഷം നിലനിന്നെങ്കിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലത്തെയുള്ള മാറ്റങ്ങളും വന്നപ്പോൾ വളരെ ഫാസ്റ്റാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഫാസ്റ്റായിട്ട് വരുമ്പോൾ എല്ലാ മേഖലകളിലും അത്തരം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നാം പോകണമെങ്കിൽ ചേംബറുകളുടെ ആവശ്യം അനിവാര്യമാണ്. കാരണം ഇപ്പോൾ നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു Big 4 ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന് പോയി കഴിഞ്ഞാൽ 25 to 30 lakhs കൊടുക്കാതെ പ്രൊജക്ട് റിപ്പോർട്ട് ലഭിക്കില്ല. പക്ഷെ ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത് അത് വളരെ കുറച്ച്. ഇപ്പോൾ മലപ്പുറത്ത് പുതുതായിട്ട് വരുന്ന ഒരു പ്രോജക്റ്റിന് അവർക്കിതുപോലെ അപ്രോച്ച് ചെയ്ത് 20 lakhs-ൻ്റെ ഒരു ഓഫറാണ് കിട്ടത്. ഐ കുഡ് ഡൂ ദാറ്റ് വിത്ത് 2 lakhs. അതിൻ്റെ എക്സ്പെർട്സിനെ വിളിച്ചുകൊണ്ട് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് 2 ലക്ഷത്തിന് കൊടുക്കാൻ ഇൻഡിവിജ്വൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം അത്തരത്തിൽ പ്രോജക്റ്റ് കോസ്റ്റ് കുറച്ചുകൊണ്ട് എങ്ങനെ ഇത്തരം പ്രോജക്റ്റുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു വഴികാട്ടി കൂടിയാണ് ചേംബർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ തൊഴിൽ ചട്ടങ്ങൾ വരുമ്പോൾ അതിൽ ചിലത് നല്ലതായിരിക്കാം. ഞാൻ തീറിപ്പിക്കുന്നില്ല, അതിൽ ഒരു എക്സ്പീരിയൻസ് എൻ്റെ പറയാം. 4-5 സമരങ്ങൾ ഉണ്ടായിരുന്നുള്ള ഒരു സമരം വന്നത് ടൈമിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഇതിലുള്ള കയ്യിലുള്ള എല്ലാവർക്കും അറിയാം, അവിടെ 9 hours 8 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാൽ 9 മണിക്കൂറിൻ്റെ ഉച്ചയ്ക്കുള്ള ബ്രേക്കും ബാക്കിയെല്ലാം കൂടി എടുക്കുമ്പോൾ. പക്ഷേ അത് നിജപ്പെടുത്താനുള്ളത് വന്നപ്പോൾ ഞാൻ അതിനെ ആ സമരത്തെ മറികടന്നുകൊണ്ടൊരു വളരെ നിസ്സാര കാര്യമായിട്ടുണ്ടാണ്. അവർക്ക് ഇൻസെൻറ്റീവ് ഓഫർ ചെയ്തു സ്റ്റാഫിന്. അവർ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, പക്ഷേ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് വിത്ത് സ്പെഷ്യൽ ഓഫർ. സാധാ കിട്ടുന്ന ടണ്ണേജ് അന്ന് 150 ടണ്ണാണ് ഞങ്ങൾ ഒരു മാസം ഒരു തൊഴിലാളി എടുക്കേണ്ടത്. തലയിലേറ്റണ്ട, ഫോക്ക് ലിഫ്റ്റ് അടക്കമുള്ള ഇതിലാണ് 150 ടൺ.
പക്ഷെ 150 ടൺ കവർ ചെയ്ത് പിന്നെ വരുന്നവർക്ക് ഇൻസെൻറ്റീവ് ആക്ച്വൽ റേറ്റിനേക്കാൾ ഒരു 1.5 ഇത് കൂട്ടിക്കൊണ്ട് 1.5 ഇരട്ടി കൂട്ടിക്കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ തൊഴിലാളികൾ 150-ന് 350 ടൺ ഓരോ മാസം ചെയ്യുന്നതിലേക്ക് എത്തി. ദാറ്റ് ടു വിത്തിൻ ദിസ് 9 hours or 10 hours. അവിടെ മണിക്കൂർ അവർക്ക് പ്രശ്നമായിരുന്നില്ല, തയ്യാറായിരുന്നു. ഞാൻ എൻ്റെ ഒരു സ്റ്റാഫിനെ കുറിച്ച് പറയാം. ഒരു ദിവസം ഞാൻ അയാളുടെ വീട്ടിൽ കാലത്ത് നിന്ന് അത്യാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞു, അയാൾ വിളിക്കുന്നത് 7 മണിക്കാണ്, ചേട്ടൻ റബ്ബർ ടാപ്പ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു. അയാളുടെ വീട്ടിൽ അല്പം റബ്ബറിൻ്റെ ടാപ്പ് ചെയ്യാൻ പോയിരിക്കുകയാണ് അയാൾ. 8 മണിക്ക് വന്ന അയാൾ കമ്പനിയുടെ തന്നെ ചില ഫെസിലിറ്റീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ലോഡിങ്ങിന് സ്പെഷ്യൽ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ അവർക്ക് ശമ്പളത്തിന് പുറമെ അവിടെ കിട്ടുന്ന പൈസ വേറെ കിട്ടും. അയാൾ 8 മണിക്ക് അവിടെ നിന്ന് കയറും. വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദ സാലറി സം മന്ത്സ് അയാൾ 15,000-20,000 അയാൾ അഡീഷണൽ ഏണിങ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, തൊഴിലാളിക്ക് അഡീഷണൽ വരുമാനമുണ്ടെങ്കിൽ അവർക്ക് സമയം ഒരു ബാധകമല്ല. ട്രേഡ് യൂണിയനോ ബാക്കി പറയുന്ന ഈ ടൈം ഒപ്പിക്കാൻ വേണ്ടി പ്രൊഡക്ടിവിറ്റി അല്ല അവിടെ ഉള്ളത്. അപ്പം പ്രൊഡക്ടിവിറ്റി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു ഇൻസെൻറ്റീവ് സ്കീം എവിടെ കൊടുത്താലും, ഇന്നും ഞങ്ങൾ CFS നിർത്തിയെങ്കിലും ഇവിടെ പലരും ട്രേഡിൽ നിന്നുള്ള ആളുണ്ടായിരിക്കും, ഇപ്പോഴും അവിടെ ഈ പറയുന്ന ഫെസിലിറ്റിക്ക് വേണ്ടി ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല, തിരിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ കടമയാണ്. നമ്മുടെ സ്റ്റാഫാണ് നമ്മുടെ സ്ട്രെങ്ത്. അവരെ നമ്മുടെ കൂടെ നിർത്തലാണ് നമ്മുടെ ആവശ്യം. എന്നും നമുക്ക് പുതിയ ആളെടുത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. സോ വി ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് ദം ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ അവരുണ്ടാകും എല്ലാ ഇതിലും. അല്ല, ഏറ്റവും വലിയ തെളിവാണ്, ഒരു സമരമുണ്ടായപ്പോൾ 143 സ്റ്റാഫ് ഉണ്ടായതിൽ 86 ആള് ഞങ്ങൾ കമ്പനിയുടെ കൂടെ എന്ന് പറഞ്ഞ് മാറിയിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി. ആ ട്രേഡ് യൂണിയനിലൂടെ ഞാൻ പിന്നീട് രാഷ്ട്രീയത്തിൽ വന്നതെന്നാണ് അതിൻ്റെ മറ്റൊരു ഇത്. പക്ഷേ ബാക്കി 60 പേര് 4 ട്രേഡ് യൂണിയനിൽ കൂടി ആണ് 60 പേരുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ സമരം അവരാണ് നയിച്ചത്. ഞങ്ങൾക്ക് തൊഴിൽ വേണം, ഞങ്ങൾ തയ്യാറാണെന്നുകൊണ്ട്. സോ ദാറ്റ് ഈസ് എ ഹിസ്റ്ററി. ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും ഈ സമരത്തെക്കുറിച്ച് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ അപ്രോച്ച് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങളിൽ നാം എടുക്കേണ്ടത്. അപ്പോൾ നിയമങ്ങൾ വരും, പക്ഷെ ആ നിയമങ്ങൾക്കപ്പുറം ഞാനതാണ് ഇന്നത്തെ ഈ പത്രവാർത്തയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ MSME ചേംബർ എന്ന് പറയുമ്പോൾ, ഇപ്പം ഞങ്ങൾ നേരത്തെ കുര്യൻ സാറിന് ഞാൻ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് തന്നെ ചില ഡൗട്ട്സ് ഉണ്ടായി. കാരണം കാലക്രമേണ ഒട്ടനവധി മാറ്റങ്ങൾ MSME സെക്ടറിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏപ്രിൽ അവസാനം വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംശയമായിരുന്നു, ഇപ്പോഴത്തെ ഈ മൈക്രോ സ്മോൾ മീഡിയത്തിൻ്റെ കാറ്റഗറൈസ് വന്നപ്പോൾ എത്ര കോടി ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത്. അത് വന്ന് 125 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 500 കോടി ടേൺ ഓവറുള്ള കമ്പനികൾ വരെ മീഡിയത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഒട്ടുമിക്ക കമ്പനികളും ഇന്ന് MSME സെക്ടറിൽ ആയിക്കഴിഞ്ഞു എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു ചേംബർ കൂടിയാണത്. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നീതി ആയോഗിൻ്റെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി കൂടിയിരുന്നു. ഓർഡർ ആയിട്ടില്ല, പക്ഷെ അവർ കൊടുത്ത റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് 17 റിഫോംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മുഖ്യമായ 4 ഞാൻ പറയാം. ഒന്ന്, CSR ഒബ്ലിഗേഷൻസിൽ നിന്ന് മൈക്രോ ആൻഡ് സ്മോൾ കമ്പനീസിനെ ഒഴിവാക്കാനുള്ള റെക്കമെൻഡേഷൻ ഉണ്ട്. അവർക്ക് CSR നിർബന്ധമല്ല എന്നുള്ളത് വരെയാണ്. അത് മിക്കവാറും സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ അടുത്ത് തന്നെ വരാനിരിക്കുകയാണ്. മറ്റൊന്ന്, മാൻഡേറ്ററി ബോർഡ് മീറ്റിംഗ്സ് ഒരു വർഷത്തിൽ ഈ പറയുന്ന മേഖലകളിൽ 2 പ്രാവശ്യം എന്നുള്ളത് 1 പ്രാവശ്യം മതി ഒരു മാൻഡേറ്ററി ആക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതിന് ഉള്ളൊരു റെക്കമെൻഡേഷൻ പോയിട്ടുണ്ട്. മറ്റൊന്ന്, 1 കോടിയുടെ താഴെയുള്ളവർക്ക് ഓഡിറ്റർ നിർബന്ധമായിരുന്നില്ല. അത് 1 കോടി എന്നുള്ളത് മൈക്രോ ലെവലിൽ 2 കോടിയുള്ള കമ്പനികൾക്ക് ഇനി ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യേണ്ട എന്നുള്ള റെക്കമെൻഡേഷൻ പോയിട്ടുണ്ട്. മറ്റൊന്ന്, GSTയിലും മറ്റുള്ള കാര്യങ്ങളിലും മൈക്രോ ലെവലിലുള്ളവർക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനും, അതുപോലെ അത്തരം ചെറിയ എറേഴ്സിനുള്ള അവർക്കുള്ള പെനാൽറ്റീസ് കുറയ്ക്കാനുമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 17 4 മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്തരത്തിൽ ഈ MSME സെക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക നിയമങ്ങളും വരുന്നത്. അതുകൊണ്ട് MSME സെക്ടറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കഴിയില്ല. അതുകൂടി കണ്ടുകൊണ്ടാണ് ഈ MSME സെക്ടറിൽ തന്നെ ഇത്തരത്തിൽ ഒരു ചേംബറിൻ്റെ അനിവാര്യത മനസ്സിലാക്കി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. വളരെ വ്യക്തമായി പറയാം, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി
PH കുര്യൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.